അപ്പൊ നമ്മളിന്ന് നൈറ്റ് ആണ് നമ്മളെ ഷോപ്പ് ഓപ്പൺ ആക്കിയ ഗൈസ്. എന്താ വെച്ചാ നമ്മളിപ്പോ നൈറ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് തുറന്നത്. കാരണം നമ്മളിപ്പോ ഏകദേശം ഒരു 8 മണി, സാധാരണ 6 മണിക്കാണ് തുറക്കണം. 2 ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞു പനി അവനിന്നില്ല, കാരണം അവനും വയ്യാണ്ട് കിടക്കണേ. ഞാനും ഒറ്റയ്ക്കുള്ള ഗൈസ്. അപ്പൊ നമ്മളിവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടായിരുന്നു. കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ഒരു ബർഗർ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മള് ഈസ്റ്ററായിട്ട് ഒരു ദിവസം ഇല്ല, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നമ്മള് ബർഗർ കൊണ്ടോ ചേച്ചി ബർഗർ ഡോ ചെയ്ത് എല്ലാം ഷേപ്പ് ആക്കി വെച്ചേക്കണം. ഇനി ഇത് എപ്പോഴും പറയണ പോലെ അല്ലെ പൊങ്ങി വന്നെ. എന്റെ വീഡിയോസ് ഒക്കെ കാണാതെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഡോയ ആവണം, ഡോ ഈസ്റ്റ് ഡോയ ഫ്ലൈ പൊങ്ങി വന്നതിന് ശേഷം 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്കപ്പോ ബർഗറും പണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നല്ലൊരു പൂവിടിലിരിക്കണേ പാട്ടിലാണ് ഗൈസ്. നമ്മള് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മള് കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മള് കുറച്ച് ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഗൈസ്. അപ്പൊ ഓർഡർ ഒന്നും വന്നിട്ടില്ല. അവന്റെ ഫോണിൽ ഓർഡർ അടിക്കുള്ളൂ. നമ്മള് ഈ iOS ആയതുകൊണ്ട് നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ആവൂല സ്വിഗ്ഗിയുടെ ആപ്പ്. നമുക്ക് അവൻ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കണം. അവൻ അടിക്കുമ്പോ തിരിച്ച് വിളിക്കുമ്പോഴാണ് നമ്മുടെ ഓർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ എല്ലാവർക്കും ഈസ്റ്ററൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണം ഉണ്ടാവും തോന്നുന്നു. ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ ഈസ്റ്റർ അടിപൊളിയായിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം സെറ്റ് ആയിരുന്നു ഗൈസ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ വയ്യാണ്ടായിപ്പോയി, അതിന്റെ മാത്രം ഒരു ഷോ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ എന്തായാലും ബർഗറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന്, എനിക്ക് തലവേന എടുത്തിട്ട് വയ്യ. ജസ്റ്റ് ഒരു കട്ടൻ കുടിക്കാൻ പോകണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഇക്കന്റെ ഇടയിലായിട്ട് കട്ടൻ കുടിക്കാനൊന്ന് പോവാം. നേരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. ഞാൻ ഒരു ചായ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കടയിൽ പോയി കുടിച്ചില്ല, മേടിച്ചിട്ടാ വന്ന. നൈസായിട്ട് നമുക്കൊന്ന് ചായ കുടിച്ച് നോക്കട്ടെ. അയ്യോ നല്ല ചൂടി ചായ ഗൈസ്, അണ്ണാക്ക് കൊള്ളു കൊള്ളാം. നല്ല സുഖം കൊണ്ട് കുടിക്കാൻ ബീൻസ് ഹോട്ട് ബീൻസ്. അപ്പൊ ഹോട്ട് ബീൻസ് കട്ടൻ ചായ കുടിക്കണാണ് ഗൈസ്. കട്ടൻ ചായ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കി കുടിച്ചാൽ മതിയായിരുന്നു. ഇല്ല അയ്യോ ഞാൻ മറന്നുപോയി ഗൈസ്, അതിന്റെ കാര്യം മറന്നുപോയായിരുന്നു. ഞാൻ ചായ കുടിക്കാൻ അതിന്റെ കാര്യം വിട്ടു കേട്ടോ. അപ്പൊ എന്തായാലും ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ബർഗർ റെഡിയാവും. ബർഗർ സാധനം സെറ്റ് ആയി കഴിയുമ്പോഴേക്കും അടിപൊളിയായിട്ട് നമുക്ക് ബർഗർ കയറ്റാൻ ഗൈസ്. തലവേന എടുത്തിട്ടൊന്നും സംസാരിക്കാനും പറ്റണില്ല, മാതിരി ഒരു അവസ്ഥ. അപ്പൊ ചായ കുടിച്ചിട്ടൊക്കെ വരാം ഗൈസ്. നമ്മള് ബർഗർ ബണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ബർഗർ ഇവിടെ പറഞ്ഞ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പൊക്കാശ കൂടി ആടിയിട്ടുണ്ട്. ഈ പൊക്കാശ ഇതേ ഡോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കേണ്ട ടൈമായി. ഈസ്റ്റ് കൂടി ഒന്ന് മിസ് ആവാനുണ്ട്. കണ്ട ഈ ഒരു ഈസ്റ്റിന്റെ ഒരു സാധനം കാണേണ്ടത്, കുറച്ച് ഈസ്റ്റും കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മിക്സ് ആയി എടുക്കണം. കറക്കൊണ്ട് സൂമാവുള്ള ഗൈസ്. അപ്പൊ അതേ അതുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കണം ഇതിന്റെ. അപ്പൊ ഞാൻ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു ഗൈസ്. ഓർഡർ അങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇരിക്കുന്നത് നല്ല ചൂടോട് പുറത്താട്ടിറക്കാനും പറ്റിയിട്ടുള്ളത് ഇരിക്കാനും വേണ്ടിയില്ല. ഒറ്റക്കായതുകൊണ്ട് കുറച്ച് പണിയും കാര്യങ്ങളും എനിക്ക് വ്ളോഗും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ 2 സാധനങ്ങളും ചെയ്ത് ഏകദേശം 10-10:30 കഴിഞ്ഞ് 11 മണിയായിരുന്നു തോന്നുന്നു. ഇപ്പൊ സമയം നോക്കാനൊന്നും പറ്റില്ല ഗൈസ്. കുറച്ച് തിരക്കായി. നമ്മള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. ഇനി നമുക്ക് മയോണൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാശ് റെഡി ആവണം. അതിനിടയിൽ ബണ്ണ് ബ്രേക്ക് ആക്കി ഇറക്കിയിട്ടുണ്ട്. ഇനി ബണ്ണൊന്ന് റാപ്പ് ചെയ്ത് വെച്ചാൽ ചൂട് കഴിയുമ്പോഴേക്കും ഒന്ന് റാപ്പ് ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രീ ആവും, കുറച്ച് ഫ്രീ ആയി കിട്ടും. ഫ്രീ ആയി കിട്ടുമ്പോഴേക്കും എനിക്കൊന്ന് ലൈവ് പോകണം. ഞാൻ എപ്പോഴും ഞാൻ ലൈവ് പോകണം. 12 മണി കഴിയുമ്പോഴാണ് ലൈവ് പോകണത്. അതാണ് താമസിക്കുന്നത്. എന്റെ ലൈവ് ഒന്നും അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഒരു ദിവസം കുറച്ച് നേരത്തെ വന്നൊന്നുണ്ട്. അവരും കൂടിയുള്ള ദിവസം ഞങ്ങൾ നേരത്തെ വരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വരാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നിങ്ങളോട് ചോദിക്കാട്ടാ. ലൈവ് ഒക്കെ ഒന്ന് കാണും. നിങ്ങളൊക്കെ നമ്മളെ കഴിഞ്ഞ ദിവസം ഞാൻ സപ്പോർട്ട് ചോദിച്ചു. എല്ലാവരും എടുക്കുന്ന സപ്പോർട്ട്. എനിക്ക് അവരോടൊക്കെ ഒരു നന്ദി പറയാനുണ്ട്. എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ. അപ്പൊ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് ആൾക്കാർ കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാനൊന്ന് ഫ്രീ ആവാൻ പറ്റുമെന്ന് ശ്രമിക്കട്ടെ ഗൈസ്. ഫ്രീ ആയിട്ടൊന്ന് ലൈവ് പോകണമെന്നുണ്ട്. അപ്പൊ ലൈവ് ഒക്കെ പോയിട്ട് വരാം. എനിക്ക് ഈ പൊക്കാശ ഈ സംഭവം ഈ പൊക്കാശ ഇങ്ങനെ ആയി വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നല്ല രസമാണ്. ഈ ഒരു സാധനം ഇങ്ങനെ നമ്മളിങ്ങനെ കൈവച്ച് ഇങ്ങനെ എടുത്ത് പൊക്കി അത് ഇനി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ആ ഒരു സംഭവം കാണാൻ നല്ല രസം. അത് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ആ ഒരു സംഭവം പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത്. പൊക്കാശ ഞാൻ ഒരു ദിവസം ഏതൊരു വീഡിയോന്റെ അകത്ത് കിടപ്പുണ്ട്. ഈ പൊക്കാശ ഇങ്ങനെ പൊങ്ങി ഈ ബൗള് ഫുള്ള് ഇത്ര പറയുന്ന പൊങ്ങി ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏത് വീഡിയോ ആണെന്ന് ഞാൻ ഓർക്കുന്ന കണ്ട് പഴയ എന്റെ വീഡിയോസ് ഒക്കെ കാണാൻ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. നല്ലൊരു പ്രോസസ്സ് കാണാൻ നല്ല രസമുള്ള. അതൊക്കെ എന്തായാലും ഞാൻ അതിന്റെ പ്രോസസ്സ് ഞാൻ ഒരു ദിവസം ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതിന്റെ ചൂട് ആയിട്ട് മാറിയിട്ടുണ്ടപ്പോ നമുക്കൊന്ന് റാപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. നമുക്ക് നൈസായിട്ട് ഒന്ന് റാപ്പ് ചെയ്യണം കാശ്. ഒന്ന് റാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കണേ. അടിച്ച് കഴിഞ്ഞ് കുറച്ച് പരിപാടി നിങ്ങളുടെ നൈസായിട്ടൊന്ന് ഒതുക്കാനുണ്ട്. ആ പൊക്കാശ് അടിച്ച പാത്രങ്ങളൊന്നും കഴുകാനുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് ചെയ്ത് തീർക്കാനും ഉണ്ട്. അപ്പൊ ഞാൻ പൊക്കാശ് ആയിട്ട് വരാം ഗൈസ്.
നമ്മുടെ ഫൊക്കാശയും കാര്യങ്ങളൊക്കെ നൈസായിട്ടൊന്ന് ആയി വരുന്നത് കേട്ടാ. ചെറുതായിട്ടൊരു പണി എവിടെയോ കിട്ടിയ പോലെ ഞങ്ങൾക്ക് തോന്നി. കാരണം ഇത് കുറച്ച് ബേക്കാവാൻ കുറച്ച് ഫ്ലോയും കാര്യം ടൈമിങ് കാര്യങ്ങളൊക്കെ എടുത്ത് എന്ത് പറ്റിയറിയാൻ പറ്റില്ല. എവിടെയോ ജസ്റ്റ് ഒരു ഫ്ലോപ്പ് ആയ പോലെ തോന്നി കഴിച്ചു. പക്ഷെ കുറച്ച് സ്ലോ ആയിപ്പോയി നല്ല രീതിക്ക്. കാരണം എനിക്ക് തോന്നുന്നു ഈസ്റ്റിന്റെ ഒരു കുറവ്. ഈസ്റ്റ് കുറവല്ല, ഞാൻ കറക്റ്റാണ് ഇട്ടത്. പക്ഷെ എന്തോ വെള്ളം കൂടിയതാണോ എന്തോ സംഭവം എന്നൊക്കെ അറിയാൻ പറ്റില്ല. അവിടെ എവിടെയോ എന്തോ ഒരു ഫ്ലോപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ടൈം എടുത്തിട്ടാണെങ്കിൽ ആ സംഭവം ആവുന്നുണ്ട് കേട്ടോ. പൊക്കാശ റെഡിയായി വന്നതേ ഉള്ളൂ. നമ്മള് വേവിക്കാൻ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ആ സാധനം വേവിക്കാൻ. കഴിക്കാൻ നല്ല തലവേദന എടുക്കൊണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഉറങ്ങാൻ പോലും ഒന്നും പറ്റില്ല, ഒന്ന് കണ്ണടക്കാൻ പോലും പറ്റില്ല. ഇവിടെയൊക്കെ സ്വിഗ്ഗി ഓർഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ചേട്ടൊന്ന് വയ്യ ഗൈസ്, സ്ഥലമൊക്കെ വേനെടുത്തിട്ട് കുറച്ചും കൂടി ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു കിടുക്കൻ ആക്സിഡന്റ്. ആ വണ്ടി ഇപ്പൊ അവിടെ നോട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചില്ല. എന്താ ട്രക്കിലേക്ക് എത്തിയ ആ വണ്ടി വരുന്ന അതാണ് കാണാൻ പറ്റിയാന്ന് എനിക്കറിയാൻ പാടില്ല. അവിടുന്ന് ഒരു രാത്രിയിലത്തെ വിഷമം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. ആ സാധനം എന്റെ പൊന്നി എന്തൊക്കെയാണ് കാണിക്കണത് പിള്ളേര്. വാക്കിങ് കണ്ടൊക്കെ വണ്ടി ഓടിക്കട്ടെ ഗൈസ്. ഒന്ന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പറയാൻ മനസ്സിലാവില്ല. ഞങ്ങളൊക്കെ അതൊരു വല്ലാത്തൊരു അവസ്ഥയായി പോവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിച്ച് അടിപൊളിയായിരുന്നു. ഈ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എനിക്കൊന്ന് കണ്ണടച്ചാൽ കൊള്ളാന്നുണ്ട്. എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചിരിക്കട്ടെ ഗൈസ്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ക്ലോസിങ് ടൈം ആകുമ്പോൾ ഞാൻ വരാം. അപ്പോഴേക്ക് നമ്മുടെ ഫുക്കാശയും കാര്യങ്ങളൊക്കെ ഇറങ്ങും. നമുക്ക് അതൊന്നും നോക്കി ഇരുന്നിട്ട് ക്ലോസിങ് ടൈം ആകുമ്പോഴേക്കും ഞാൻ വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മള് എല്ലാ സാധനങ്ങളും കയറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫുക്കാശി നൈസായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി പോയി. നമ്മളെ പിക്കാനായിട്ട് നമ്മുടെ അച്ചുപ്രോ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ആക്കി തരാൻ വേണ്ടി അച്ചുപ്രോന്റെ വണ്ടിയാണ് ഗൈസ് ആയിരിക്കണം 220 കാണാൻ പറ്റുമോ അറിയില്ല, കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നൈസായിട്ട് വീട്ടിൽ പോകുന്നുണ്ട് ഗൈസ്. വിഷമിച്ചു ഒറ്റക്കായതുകൊണ്ട് നല്ല രീതിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്.